നമസ്കാരം. നിങ്ങള് എല്ലാവരെയും വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ സംഗീതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഗീതം ഈശ്വരന്റെ ജഗദീശ്വരന്റെ വരദാനമാണ്. മലയാള സിനിമയിലെ അഭിനയ തികവ് മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടി. ഇന്ന നാളുകളാണ് ഇങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അമ്മ മരിച്ചത് മറ്റൊരു വീഴ്ച പോയിട്ടും നിങ്ങളേക്ക് നോക്കിയത് വളർത്തിയത് പറ്റാത്ത എന്നോട് ചോദിച്ചു. അമ്മയെ കഴിക്കുന്ന കൊല്ലാമായ എന്നോട് ചോദിച്ചു. നിങ്ങൾക്ക് പേടിയാണ്, ഏട്ടനെ കാണുന്നത് പോലും നിങ്ങൾക്ക് പേടിയാണ് അല്ലേ? കേരളക്കരയിൽ അഭിനയത്തിന്റെ വിത്തുമാക്കി തമിഴകത്തിൽ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച നടൻ കമൽ ഹാസൻ. പ്രിയനാൾ പലർക്കൊല്ലയോ സാപ്പിടക്ക് മുന്നാടി സാപ്പാടി സാപ്പിടാൻ വയൽ നിൽക്കണം മീനില്ല. മലയാള സിനിമയിലെ കുറിയ ശബ്ദം ചെറിയ ശബ്ദം എന്നൊക്കെ അറിയപ്പെടുന്ന ഹാസ്യതാരം കൊച്ചു പ്രേമൻ. കണ്ടന്റിവിദ്യയിലൂടെ ജനകോടികളെ മുഴുവനെയും നിർത്തിച്ച ലോകപ്രസിദ്ധനായ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. നമസ്കാരം. വിഷ്ണു. പണ്ട് കേരളത്തിൽ ഒരു രാജാവുണ്ടായിരുന്നു. ലോകത്തിൽ ഇന്നേവരെ ആരും തന്നെ കാണിക്കുന്ന മാച്ച് കാണിച്ചു. നമുക്കറിയാം, മലയാള സിനിമയിൽ ഒരുപാട് നായക കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ചെയ്തതെല്ലാം ഹിറ്റാക്കി മാറ്റിയ രാശിയുള്ള സംവിധായകരുമുണ്ട്. നമുക്ക് പരിചയപ്പെടാം കോഴിക്കോട്ടുകാരനായ രഞ്ജിത്ത്. ഡയറക്ടർ രഞ്ജിത്ത്. ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം, വിവേചനം, ബുദ്ധി വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സ് വേണം. ജോക്കർ എന്ന ചിത്രത്തിലെ സർക്കസ് മുതലാളി അവതരിപ്പിച്ച TS രാജു. ചെയ്ത എല്ലാ ചിത്രങ്ങളിലെല്ലാം ക്രൂരതയുടെ പര്യായമായി നിറഞ്ഞു നിന്ന സുരേഷ് കൃഷ്ണ. ഓളാതി പഠിക്കുന്ന സാറുമാരാകുമ്പോ അയ്യോ തട്ടി ഇവിടുന്ന് വരും. അത് മറ്റേ അർത്ഥം കണ്ട് കണ്ണിലൊളിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലൊരു പരാജയമുണ്ട. അന്ന് വള്ളിക്കൂടത്തിന്റെ പണിവാതിൽ പോലും കാണാത്തവന്മാരെന്ന് പറഞ്ഞ എന്റെ പട്ടി എന്ന് പറയും മാപ്പ്. തമിഴകത്തെ മാത്രമല്ല, നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിലെ കൊച്ചുകുട്ടികളെ പോലും അഭിനയത്തിന്റെ നെറുകയിൽ നിർത്തിച്ച ആക്ഷൻ ഹീറോ തലപതി വിജയ്. ഒരുപാട് മിമിക്രി വേദികൾ കുടിയനെ അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധ നേടിയ താരം അയ്യപ്പ ബൈജു, പുന്നപ്ര പ്രശാന്ത്. അവസാനമായ ഒരു മോർഫിംഗ് ആണ്. മുരളി എന്ന ശക്തനായ നടനുണ്ട് ധീരനായ ഒരു രാഷ്ട്രീയ നേതാവ്. മിസ്റ്റർ വിശ്വനാഥൻ, ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ പറയാവുന്ന കൈകളിലേക്ക് ഒരു ആയുധമെടുത്ത് പഠിപ്പിച്ച് തന്നിട്ട് ആ നീയുടെ പ്രാണന്റെ നേരെയും ചൂണ്ടിപ്പിടിക്കാനും മുടിനാരിട പോലും വ്യത്യാസമില്ലാതെ കാഞ്ഞു കളിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരനാ. നിനക്ക് വേണമെങ്കിൽ ശേഖരനെ കൊല്ലാം, ഇവിടെ വെച്ച് അവതാരിപ്പിക്കാം. പക്ഷേ 1000 തവണ മരണത്തിൽ നിന്നും നീന്തി കരകയറിയ ഈ മനസ്സും ശരീരവും നിന്റെ മുന്നിൽ തോറ്റുകാരണമെങ്കിൽ അതിലൊരു കൂടി ജനിക്കണം. നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. മനസ്സിലായോടാ? അഭിനയം എന്ന ഓരോ വ്യക്തിക്കും സസൂക്ഷ്മം വ്യക്തമാക്കി തന്ന അതുല്യനായ നടനാണ് ജഗദീഷ് ശ്രീകുമാർ നമ്മുടെ അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ 1000 സൗഖ്യത്തിനായി ജഗദീശ്വരനോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്